ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതയാമത്തെങ്കിൽ ഇപ്രകാരം പ്രഭാത ജാഗരണമായി നമുക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ കൃപയൊരുക്കിയ ദൈവത്തെ അതിയായി സ്തുതിക്കുകയാണ്. ഏവർക്കും നല്ലൊരു പ്രഭാതം ആശംസിച്ചു കൊള്ളട്ടെ. സാക്ഷ്യ കൂടാരത്തിൻ്റെ കേന്ദ്രഭാഗം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഈ പ്രഭാതത്തിലെ ചിന്താവിഷയം. വേദവാക്യമായിട്ട് പുറപ്പാട് പുസ്തകം 31 അധ്യായം അതിൻ്റെ 18 വാക്യം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുകയാണ്: അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ടെഴുതിയ കൽപ്പലകളായ സാക്ഷ്യ പലക രണ്ടും അവൻ്റെ പക്കൽ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. യഹോവയായ ദൈവം തൻ്റെ കൈവിരലുകളാൽ എഴുതി മോശയ്ക്ക് 10 കൽപ്പനകളെ നൽകി എന്ന പ്രതിപാദ്യമാണ് ഇവിടെ നൽകപ്പെട്ടുള്ളത്. കഴിഞ്ഞ 800 വർഷമായി ഇംഗ്ലണ്ടിൽ കിരീടാഭരണങ്ങൾ പരമാധികാരിയുടെ കിരീടധാരണത്തിന് ഉപയോഗിച്ചു വരുന്നു. അപ്പോൾ 140 രാജകീയ ആചാരങ്ങൾ ഈ ലണ്ടൻ ടവറിൽ അവർ സംരക്ഷിച്ച് പോകുന്നു. അതിൽ കിരീടങ്ങളുണ്ട്, വാളുകളുണ്ട്, ചെങ്കോലുണ്ട്, ഗദയുണ്ട്, കാഹളമുണ്ട്, വസ്ത്രങ്ങളുണ്ട്, മോതിരങ്ങളുണ്ട്. അവയാൽ സമ്പന്നമാണ്. അപ്പോൾ ഇതിൻ്റെ കേന്ദ്രഭാഗം നാം പരിശോധിക്കുമ്പോൾ സെൻറ്റ് എഡ്വേർഡ് ക്രൗൺ അവിടെയാണ് അവർ അതിനെ കരുതി വച്ചിരിക്കുന്നത്. 13-ാം നൂറ്റാണ്ട് മുതൽ ഈ ബ്രിട്ടീഷ് പ്രവിശ്യയിലുള്ളതായ രാജാക്കന്മാർ അതിനെ ഉപയോഗിച്ച് വരുന്നു. 1649 രാജവാഴ്ച നിർത്തലാക്കിയതിന് ശേഷം അവർക്ക് യഥാർത്ഥ കിരീടം നഷ്ടപ്പെട്ടു. എന്നാൽ നിലവിലെ പതിപ്പ് 1661 ചാൾസ് രണ്ടാമന് വേണ്ടി നിർമ്മിച്ചവയാണ്. ഇത് ഖര സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ്. 4.9 പൗണ്ട് ഭാരവും 444 വിലയേറിയതും അമൂല്യമായ കല്ലുകൾ കൊണ്ടാണ് ഈ കിരീടം നിർമ്മിച്ചിരിക്കുന്നത്. വേദപുസ്തകത്തിൽ നാം പരിശോധിക്കുമ്പോൾ പഴയ നിയമ സമാഗമന കൂടാരത്തിന് കേന്ദ്രഭാഗം അതിവിശുദ്ധ സ്ഥലം കാണപ്പെടുകയാണ്. ഈ ഭാഗത്താണ് ദൈവത്തിൻ്റെ കൈവിരലുകൾ കൊണ്ട് എഴുതി മോശയ്ക്ക് നൽകിയതായ 10 കൽപ്പനകളെ വച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും പരിശുദ്ധമേറിയ ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് പ്രമാണിക്കേണ്ടതിന് ഏദേൻ പർദീസയിൽ വായ്മൊഴിയായി നൽകപ്പെട്ട ദൈവത്തിൻ്റെ 10 കൽപ്പന, പിന്നെ ഇസ്രായേൽ അവരുടെ പ്രയാണകാലത്ത് സീനായി ആ മലയിങ്കൽ വെച്ച് മോശയ്ക്ക് ദൈവം തൻ്റെ കൈ വിരലുകളാൽ ആ കൽപ്പനകളിൽ എഴുതി ആലേഖനം ചെയ്ത് നൽകപ്പെട്ട ദൈവത്തിൻ്റെ 10 കൽപ്പന. ആ കൽപ്പനകൾ നൽകപ്പെടുമ്പോൾ തീ, മേഘം, അന്ധകാരം, ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് അത്രയും പരിശുദ്ധമേറിയ ദൈവത്തിൻ്റെ കൈവിരലാൽ എഴുതിയപ്പെട്ടതായ കൽപ്പനകളെ മോശയ്ക്ക് നൽകപ്പെടുകയാണ്. തന്നെയുമല്ല, സാൻമാർഗിക കൽപ്പനകൾ, മോശയിക ന്യായപ്രമാണങ്ങൾ സമാഗമന കൂടാരത്തിൻ്റെ അതിൻ്റെ അരികിലും നിയമപെട്ടകത്തിൻ്റെ അരികിലും ദൈവത്തിൻ്റെ വിശുദ്ധമേറിയ 10 കൽപ്പന പെട്ടകത്തിനകത്തും വയ്ക്കുവാൻ തക്കവണ്ണം ദൈവം നിർദ്ദേശിച്ചു. അപ്പോൾ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംബന്ധിച്ച് പൗരനിയമവും യാഗാചാരങ്ങളെ സംബന്ധിച്ച വ്യവസ്ഥകളും നിയമങ്ങളും ധാർമ്മിക നിയമങ്ങളുമായ 10 കൽപ്പനകൾക്കും തുല്യമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ പെട്ടകത്തിന് മോശയിക ന്യായപ്രമാണങ്ങൾ ആ നിയമപെട്ടകത്തിന് പുറത്ത് വയ്ക്കപ്പെടുകയും ദൈവത്തിൻ്റെ 10 കൽപ്പന പെട്ടകത്തിന് അകത്ത് വയ്ക്കുകയും ചെയ്യുന്നത്. അത്രയും പരിശുദ്ധമായ ദൈവത്തിൻ്റെ കൽപ്പനകൾ അതിനെ 2ആയി വിഭാവനം ചെയ്തുകൊണ്ട് 1 മുതൽ 4 വരെ ദൈവവും മനുഷ്യനും തമ്മിലും, 5 മുതൽ 10 വരെ മനുഷ്യനും തമ്മിലുള്ളതായ ബന്ധത്തെയും കുറിക്കുന്ന ദൈവത്തിൻ്റെ 10 കൽപ്പനയുടെ മാഹാത്മ്യം, അത് സാക്ഷ്യ കൂടാരത്തിൻ്റെ കേന്ദ്രഭാഗമായിട്ട് ഈ കൽപ്പനകളെ കാലാകാലങ്ങളിൽ ഏതേനിലുണ്ടായിരുന്നു, ഇന്നും നാം പ്രമാണിക്കുന്നു. ഇനിയും ആ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിയിലും ആ അനുഭവം അത് എത്ര വലുതാണ് എന്ന് സാക്ഷ്യപ്പെടുന്ന അനുഭവമാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ സംബന്ധിച്ച് പൗരനിയമവും യാഗാചാരങ്ങളെ സംബന്ധിച്ച് വ്യവസ്ഥകളുടെ നിയമങ്ങളും ധാർമ്മിക നിയമങ്ങളായ 10 കൽപ്പനയ്ക്ക് തുല്യമായിരുന്നില്ല. കാരണം അത് മോശ എഴുതിയ കൽപ്പനകളാണ്. ജനത്തെ നയിക്കപ്പെടുവാൻ തക്കവണ്ണം സാൻമാർഗികമായ കൽപ്പനകൾ ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത് മോശ എഴുതി അതിനെ പെട്ടകത്തിന് പുറത്ത് വെച്ചു. പെട്ടകത്തിനകത്ത് ദൈവത്തിൻ്റെ കൈവിരലുകൾ എഴുതിപ്പറ്റിയ എന്നേക്കും നിത്യ നിയമമായ എവർലാസ്റ്റിംഗ് കവനൻ്റായ ദൈവത്തിൻ്റെ 10 കൽപ്പന പെട്ടകത്തിനകത്ത് വയ്ക്കുവാൻ തക്കവണ്ണം ദൈവം നിർദ്ദേശിച്ചു.
അപ്പോൾ ഈ സാക്ഷ്യ കൂടാരത്തിൻ്റെ കേന്ദ്ര ഭാഗം എന്ത് എന്ന് പരിശോധിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ 10 കൽപ്പനകൾക്ക് ദൈവം നൽകപ്പെട്ടതായ പ്രാധാന്യമാണ്. അതിനെ പ്രമാണിക്കുമടക്കവണ്ണമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതായ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് കടന്നു വരുന്നതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഈ 10 കൽപ്പനകൾക്ക് നൽകപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇവിടെ ഊന്നി പറയുന്നു. ഈ പ്രഭാതം ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവസന്നിധിയിൽ നിലനിൽക്കുവാനും നാമും അനേകരും അപ്രകാരം ആ ഒരു അനുഭവത്തിൽ പ്രവേശിക്കുവാൻ ദൈവം കൃപയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭാഗത്ത് വിരമിച്ചു കൊള്ളുകയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവനായ നല്ല ദൈവമേ, നന്ദിയുടെ സ്തോത്രം. അവിടുത്തെ കൈവിരലുകളാൽ എഴുതി ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള അവിടുത്തെ 10 കൽപ്പന കർത്താവ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് എത്രത്തോളം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ ഭാഗമാക്കി തീർക്കേണ്ടതിനെ അനുഭവത്തെക്കുറിച്ച് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ചിന്തിച്ചു. ഈ ശുശ്രൂഷയുടെ ഭാഗമായി നിന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനമോഹത്വം അവിടുന്ന് എടുത്താട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ തന്നെ ആമേൻ.